ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി നൽകിയത്. VHP ഉൾപ്പെടെയുള്ള സംഘടനകൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എപ്പോഴായിരിക്കും സുപ്രീം കോടതി ഹർജികൾ പരിഗണിക്കുക? പ്രധാനമായും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നതാണ് ഈ ഹർജിയിലെ പ്രധാന ആവശ്യം എന്നത്. മുർഷിദാബാദ്, നോർത്ത് 24 പർഗാന, മാൽഡ തുടങ്ങി ഹൂഗ്ലി തുടങ്ങി പശ്ചിമ ബംഗാളിലെ വിവിധ ജില്ലകളിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയത്. സംസ്ഥാന സർക്കാരിന് ക്രമസമാധാന നില പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെന്നും സാഹചര്യം വളരെ മോശമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി. നേരത്തെ VHP ഉൾപ്പെടെയുള്ള സംഘടനകളും ഇത്തരത്തിൽ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഈ മുർഷിദാബാദിൽ 3 പേർ കലാപത്തിനിടയിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിരവധി വീടുകൾ തകർന്നു. ഹിന്ദു കുടുംബങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ബംഗാളിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഈ ഹർജികൾ എത്തുന്നത്. നേരത്തെ 2021 സമാനമായ കലാപമുണ്ടായ ഘട്ടത്തിലും രാഷ്ട്രപതി ഭരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നതാണ്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.